രോഗക്കിടക്കയിലായ രണ്ടാളുകളുടെ ജീവൻ രക്ഷിക്കുവാനായി പഞ്ചായത്ത് ജീവൻ രക്ഷാ സമിതി ധനസമാഹരണത്തിന് ഒരുങ്ങുന്നു. കൂട്ടിക്കൽ പഞ്ചായത്തിലെ 11-ാം വാർഡ് തേൻപുഴ ഭാഗത്ത് ചെങ്ങനാരിപ്പറമ്പിൽ സിജോയുടെ ഭാര്യ 32 വയസ്സുള്ള ജെസി, കൂട്ടിക്കൽ പഞ്ചായത്തിലെ 3-ാം വാർഡിൽ മാത്തുമല കൊച്ചുകുന്നേൽ 28 വയസ്സുള്ള പ്രിൻസ് മാത്യു എന്നിവർക്കായാണ് ജൂൺ മാസം 29-ാം തീയതി രാവിലെ 9 മണി മുതൽ കൂട്ടിക്കൽ പഞ്ചായത്തിന്റെ എല്ലാ വാർഡുകളിലും ധനസമാഹരണം നടത്തുന്നതെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് ബിജോയ് ജോസ് അറിയിച്ചു. തീർത്തും നിർധനരും നിലാരംഭരുമായ 2 രോഗികളുടെ ചികിത്സയെ സംബന്ധിച്ചുള്ള ഒരു മീറ്റിംഗാണ് ഇവിടെ നടക്കുന്നത്. കൂട്ടിക്കൽ ഗ്രാമപഞ്ചായത്തിൽ 10-ാം വാർഡിൽ EMS നഗറിൽ സന്നദ്ധ സംഘടന വെച്ചുകൊടുത്ത വീട്ടിൽ താമസിക്കുന്ന ചെങ്ങനാരിപ്പറമ്പിൽ ജെസ്സി സിജോയും, അതുപോലെ തന്നെ 3-ാം വാർഡിൽ താമസിക്കുന്ന കൊച്ചുകുന്നേൽ പ്രിൻസ് മാത്യുവും അതീവ ഗുരുതരമായ രോഗം ബാധിച്ച ചികിത്സയിലാണ്. തീർത്തും നിർധനരായ 2 കുടുംബങ്ങളാണ്. ജെസ്സി സിജോയെ സംബന്ധിച്ച് 6 വയസ്സും 4 മാസവും പ്രായമുള്ള 2 കുഞ്ഞുങ്ങളുടെ അമ്മയാണ്. ഗുരുതരമായ ഫിക്സ് രോഗം ബാധിച്ച് പാലാ ചേർപ്പുങ്കൽ മെഡിസിറ്റി ഹോസ്പിറ്റലിലാണ്. 3 ആഴ്ചയോളം വെന്റിലേറ്ററിലായിരുന്നു. വെന്റിലേറ്ററിൽ നിന്ന് പുറത്തിറങ്ങി ഇപ്പോൾ അത്യാവശ്യം ഭേദപ്പെട്ട് വരുന്ന ഒരവസ്ഥയിലാണ്. അവരെ സംബന്ധിച്ച് വളരെ ഏറെ സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന തീർത്തും നിർധനരായ വ്യക്തികളാണ്. സ്വന്തമായൊരു ഭവനം പോലും ഇല്ലാതിരുന്ന കുടുംബങ്ങളാണ്. അപ്പോൾ ഈ വലിയ രോഗം ബാധിച്ച് ഈ അവസ്ഥയിൽ കഴിയുമ്പോൾ അവരെ സഹായിക്കുവാൻ കൂട്ടിക്കൽ ഗ്രാമപഞ്ചായത്തിലെയും സമീപ പ്രദേശങ്ങളിലെയും മുഴുവൻ ആളുകളും ഒറ്റക്കെട്ടായി രംഗത്തിറങ്ങുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. ഈ ഞായറാഴ്ച രാവിലെ 9 മണി മുതൽ കൂട്ടിക്കൽ പഞ്ചായത്തിലെയും സമീപ പ്രദേശങ്ങളിലെയും മുഴുവൻ വാർഡുകളിലും ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരുടെയും പൊതുപ്രവർത്തകരുടെയും കുടുംബശ്രീ അംഗങ്ങളുടെയും എല്ലാ നേതൃത്വത്തിൽ വലിയ ഒരു ഫണ്ട് സമാഹരണം നടത്തുകയാണ്. പ്രിൻസ് മാത്യു 3-ാം വാർഡിൽ താമസിക്കുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തിന് ക്യാൻസറിനോട് അനുബന്ധിച്ചുള്ള ഒരു രോഗം ബാധിച്ച വൻകുടൽ അടിയന്തരമായി നീക്കം ചെയ്യേണ്ട ഒരു സാഹചര്യം നിലവിലുണ്ട്. അദ്ദേഹത്തിൻ്റെ അച്ഛനും അമ്മയും മരിച്ചുപോയതാണ്. സഹോദരങ്ങൾ ആരുമില്ല. ഫിലോക്കാലിയ ഫൗണ്ടേഷൻ നിർമ്മിച്ച് നൽകിയ ഒരു വീട്ടിലാണ് കൂട്ടിക്കൽ പഞ്ചായത്ത് 3-ാം വാർഡിൽ മാത്തുമലയിൽ പ്രിൻസ് താമസിക്കുന്നത്. അദ്ദേഹം ഇതുപോലെ തന്നെ എത്രയും പെട്ടെന്ന് ഓപ്പറേഷൻ നടത്തി മാത്രമേ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലേക്ക് തിരിച്ചു വരാനായിട്ട് സാധിക്കുകയുള്ളൂ. ചെറുപ്പക്കാരായ 32 വയസ്സുള്ള ജെസ്സി സിജോയും 28 വയസ്സുള്ള പ്രിൻസ് മാത്യുവും അവരുടെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുവാൻ എല്ലാ സുമനസ്സുകളുടെയും വലിയ ഒരു ഒറ്റക്കെട്ടായ നിറഞ്ഞ മനസ്സോടുകൂടിയുള്ള സഹകരണം ഉണ്ടെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ. വലിയ ഒരു റിസ്ക് ആണ് നമ്മൾ ഏറ്റെടുത്തിരിക്കുന്നത്. 22 ലക്ഷത്തോളം രൂപ നിലവിൽ ഇവരുടെ ചികിത്സയ്ക്കായിട്ട് വേണ്ടിവരും. ലക്ഷത്തിൽ ഒരാൾക്ക് മാത്രം ബാധിക്കുന്ന പ്രത്യേകതരം അപസ്മാര രോഗത്താൽ ജെസ്സി എന്ന യുവതി ചേർപ്പങ്കിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. 6 വയസ്സും 4 മാസവും പ്രായമുള്ള കൊച്ചുകുട്ടികൾ അടങ്ങിയ കുടുംബം ഇതോടെ ദുരിതത്തിലാണ്. വെന്റിലേറ്ററിലും ICUവിലുമായി ജെസ്സിയുടെ ജീവൻ നിലനിർത്തി വരികയാണ്. ഇപ്പോൾ തന്നെ 12 ലക്ഷത്തോളം രൂപയുടെ ചികിത്സ നൽകി. തലച്ചോറിൽ കട്ടപിടിച്ച രക്തം നീക്കം ചെയ്താൽ മാത്രമേ ജെസ്സിയുടെ ജീവൻ രക്ഷിക്കുവാൻ കഴിയൂ. മാതാപിതാക്കളോ സഹോദരങ്ങളോ ഇല്ലാത്ത പ്രിൻസ് മാത്യുവിന് കുടൽ സംബന്ധമായ രോഗത്തെ തുടർന്ന് വൻകുടൽ നീക്കം ചെയ്യുവാനുള്ള ശസ്ത്രക്രിയ നടത്തേണ്ടതുണ്ട്. വളരെ നാളായി യുവാവ് ചികിത്സയിലാണ്. ഉറ്റവറില്ലാതെ തനിച്ച് താമസിക്കുന്ന പ്രിൻസിന് തുടർ ചികിത്സയ്ക്കായി 10 ലക്ഷത്തോളം രൂപ വേണ്ടിവരും. 2 പേർക്കുമുള്ള ചികിത്സാ ചെലവിനായുള്ള തുക സമാഹരിക്കുകയാണ് ലക്ഷ്യം. ആദ്യഘട്ടത്തിൽ ഇത്രയും തുക ലഭ്യമായില്ലെങ്കിൽ 2-ാം ഘട്ടത്തിൽ സമീപ പഞ്ചായത്തുകളിലും ധനസമാഹരണം നടത്തുവാനാണ് നീക്കമെന്ന് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അനു ഷിജു, ജീവൻ രക്ഷാ സമിതി ചെയർമാൻ PK സണ്ണി, കൺവീനർ ജിജോ കാരക്കാട്ട് എന്നിവർ പറഞ്ഞു. രോഗങ്ങളെ കഷ്ടപ്പെടുന്ന ജെസ്സിക്കും പ്രിൻസിനും നാടിൻ്റെ മുഴുവൻ കൈത്താങ്ങായിരിക്കണമെന്ന് എല്ലാവരോടും അഭ്യർത്ഥിക്കുകയാണ്. നമുക്കറിയാം, ഒരു കുഞ്ഞു ശിശു 4 മാസം പ്രായമുള്ള ഒരു കുഞ്ഞിൻ്റെ അമ്മയാണ്. വളരെ ചെറുപ്പക്കാരിയാണ്. പ്രിൻസ് ആകട്ടെ ചെറുപ്പക്കാരാണ്, മാതാപിതാക്കളില്ല. അങ്ങനെ ആ വ്യക്തിയുടെ ജീവൻ നിലനിർത്തുന്നതിന് വേണ്ടി നമ്മുടെ നാട്ടിലെ മനസ്സുകളായ എല്ലാ ജനങ്ങളോടും അഭ്യർത്ഥിക്കുക. ജീവൻ രക്ഷാ സമിതിയുടെ പേരിൽ മീനച്ചിൽ ബാങ്കിൽ ആരംഭിച്ച അക്കൗണ്ട് നമ്പറിൽ 837030010041 അക്കൗണ്ട് നമ്പറിൽ IFSC കോഡായ FDRL 01 MEUCB എന്ന നമ്പറിൽ സുമനസ്സുകൾക്ക് തുക നിക്ഷേപിക്കാവുന്നതാണ്. ന്യൂസ് ബ്യൂറോ, മുണ്ടക്കയം.